നമസ്തേ, ഏവർക്കും ഡ്രീം റെഡി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. देखिए, ऐसे अधिक वाक्य बनाए. ഇത്തരത്തിൽ അധികം വാക്യങ്ങൾ ഉണ്ടാക്കാൻ. മച്ചുവാര ആരഹാഹേ, മച്ചുവാര വന്നുകൊണ്ടിരിക്കുന്നു, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കൂ, മച്ചുവാര ആരഘാഥ. മച്ചുവാര വന്നുകൊണ്ട്, വന്നിരുന്നു. മച്ചുവാര വന്നിരുന്നു. അതായത് ഇത് ആദ്യത്തേത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, അടുത്തത് പ്രവൃത്തി നടന്നു കഴിഞ്ഞ് കുറച്ച് സമയമായി. അതാണ് വ്യത്യാസം. ഇവിടെ ഹേ ഥ കഴിഞ്ഞ കാലത്തെയും ഹേ വർത്തമാനകാലത്തെയും കുറിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് ടെൻസ് ആണ്. മച്ചുവാരിൻ ആരഹി ഹേ. മച്ചുവാരിൻ, മച്ചുവാരയുടെ ഭാര്യയാണ് മച്ചുവാരിൻ. ആരഹി ഹേ, വന്നുകൊണ്ടിരിക്കുന്നു. മച്ചുവാരിൻ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? വരുന്നുണ്ടായിരുന്നു. മച്ചുവാരിൻ ആരഹീധി, മച്ചുവാരിൻ വരുന്നുണ്ടായിരുന്നു. അടുത്ത നോക്ക്, ബച്ചട ഖാരഹാഹേ. ബച്ചട തിന്നുകൊണ്ടിരിക്കുന്നു. അതിനെ എന്താക്കി മാറ്റണം? ബച്ചട തിന്നുന്നുണ്ടായിരുന്നു. ബച്ചട ഖാ രഖാ ധ. ആ ഹേ മാറ്റിയിട്ട് ഥ ചേർക്കുക. ഈ നോക്കൂ, ബൂടിയമ്മ ബൈട്ട് രഹി ഹേ. ബൂടിയമ്മ ഇരിക്കുന്നു. ബൂടിയമ്മ ബൈട്ട് രഹി ധീ. ബൂട്ടിയമ്മ, അവിടെ ധീ വരാൻ കാര്യം എന്താണ്? ബൂഢിയമ്മ സ്ത്രീലിംഗമാണ്, ഏകവചനവുമാണ്. അതായത് സ്ത്രീയുമാണ്, ഒരാളുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ധീ വന്നത്. അതല്ല, ഇവിടെ സ്ത്രീ ഒന്നിൽ കൂടുതൽ ആളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ധീ എന്ന് വന്നേനെ. ധീ എഴുതി ഒരു കുത്തും കൂടി ഇട്ടേനെ. ഇവിടെ ധീ എന്ന് വന്നേനെ. ബൂഢി അമ്മ ബൈട്ട് രഹീഹേ. ഇവിടെ രഹീഹേ രഹീധി ആയി മാറുന്നു. അടുത്തൊക്കെ, ചീണ്ടി ചൽ രഹീഹേ. ചീണ്ടി നടക്കുന്നു. ചീണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ചീണ്ടി നടക്കുകയായിരുന്നു എന്നാക്കണം. ചീണ്ടി ചൽ രഹീധി. ചീണ്ടി ഇവിടെ സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? രഹി വന്നത്. ചീണ്ടി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് രഹി വന്നത്. ചീണ്ടി ചൽ രഹീഹേ. അപ്പം രഹീഹേ എന്നുള്ളത് ഇവിടെ എന്തായി മാറും? രഹീധി ആയി മാറും അല്ലേ? ചീണ്ടി ചൽ രഹീഹേ, ചീണ്ടി ചൽ രഹീധി. ഇനി അടുത്ത് നോക്കൂ, കൗവ ഭാഗ് രഹാഹേ. അതെന്തായി മാറും? കൗവ ഭാഗ് രഹാഹേ. ആ രഹാഹേ എന്നുള്ളത് എന്തായി മാറും? അവിടെ പുല്ലിംഗമാണ് അല്ലേ, കൗവ. അതുകൊണ്ടല്ലേ രഹ വന്നേ. സ്ത്രീലിംഗമാണെങ്കിൽ രഹി വരില്ലേ? അപ്പോൾ ഇവിടെ എന്തായി മാറും? കൗവ ഭാഗ് രഹാ ഥ. കൗവ ഭാഗ് രഹാ ഥ. മനസ്സിലായോ? അപ്പോൾ പുല്ലിംഗ ഏകവചനമാണ് വരുന്നതെങ്കിൽ ഥ എന്നും, പുല്ലിംഗം ബഹുവചനമാണ് വരുന്നതെങ്കിൽ ഥേ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ധീ എന്നും വരും. അതല്ല, ഇനി സ്ത്രീലിംഗം ബഹുവചനമാണ് വരുന്നതെങ്കിൽ ധീന്നും വരും. അതായത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കോളത്തിൽ എന്താ? പ്രവൃത്തി നടന്നിരുന്നു. അതായത് ആ പ്രവൃത്തി കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി, അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇത് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും. അടുത്ത് നോക്കൂ, ശബ്ദ് ധൂണ്ടേ ലിഖേം. ശബ്ദ് കണ്ടുപിടിച്ച്, അതായത് വാക്കുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശബ്ദ് ധൂണ്ടേ ലിഖേം, വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ. നോക്കൂ, ഇവിടെ നമുക്ക് കുറച്ച് അക്ഷരങ്ങളാണ് തന്നിരിക്കുന്നത്. ഒരു വാക്ക് ഗാസ് അല്ലേ? അടുത്തത് ചട്ടായി. ഇതൊക്കെ നമ്മൾ പാടത്തിൽ പഠിച്ചതാണ്. മച്ചലി. देखिए, മച്ചലി. അടുത്ത നോക്ക്, സമുദ്ര. ഇതിന് രണ്ടും കൂടെ ചേർക്കുമ്പോൾ സമുദ്ര. ബീബി. ഇനി മച്ചുവാരിൻ. മച്ചുവാരിൻ. ചീണ്ടി. ചീണ്ടി. അടുത്തത് ബാസാർ. ബാസാർ. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. സീഗടി. സീഗടി. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
താഴെയുള്ള ഈ വരകളിൽ എഴുതണം. ഒരെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്, ഘാസ്. ഘാസ് എന്ന് ഞാൻ എഴുതി. ഇനി ബാക്കി നിങ്ങൾ മച്ചലി, മച്ചുവാരിൻ, ബാസാർ എന്നൊക്കെ പറഞ്ഞ് താഴെ താഴെ എഴുതുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് സ്ത്രീലിംഗം പുല്ലിംഗമാണ് പഠിക്കാനുള്ളത്. സമച്ചേൻ ചുൻകർ ലിഗേൻ. ഇവിടെ ഒരു ബോക്സിൽ നോക്കൂ, ബച്ചി, ബൂഡി, പത്നി, മച്ചുവാരിൻ. ബച്ചി ആരാണ്? പെൺകുട്ടി. ബൂഡി വൃദ്ധ. പത്നി ഭാര്യ. മച്ചുവാരിൻ മച്ചുവാരയുടെ ഭാര്യ അല്ലേ? നോക്കൂ, ഇതിൻ്റെ എതിർലിംഗമാണ് നമുക്ക് കണ്ടുപിടിക്കാം. മച്ചുവാര. മച്ചുവാരയുടെ എതിർലിംഗം എന്താണ്? മച്ചുവാരിൻ. അതിൻ്റെ സ്ത്രീലിംഗമാണ് അല്ലേ? അത് നമ്മൾ ഇവിടെ എഴുതി, മച്ചുവാരിൻ എടുത്തെഴുതുക. അടുത്തത് പതിയാണ്. പതിയുടെ സ്ത്രീലിംഗം എന്താണ്? പത്നി. അത് നമ്മളിവിടെ പത്നി എന്ന് എഴുതി. ഇനി ബെച്ചായാണ്. ബെച്ചാണ് സ്ത്രീലിംഗം ബെച്ചി. ബെച്ചീനെ നമ്മളിവിടെ എടുത്തെഴുതി. അടുത്തത് ബൂഢ. ബൂഢ. ബൂഢ പറഞ്ഞ ആരാണ്? വൃദ്ധൻ. വൃദ്ധൻ്റെ സ്ത്രീലിംഗം എന്താണ്? വൃദ്ധ എന്നല്ലേ? വൃദ്ധയുടെ സ്ത്രീലിംഗം എന്താണ്? നോക്കൂ, ബൂഢി. അതും ഇവിടെ എടുത്തെഴുതി. സിമ്പിളല്ലേ? ഇതൊക്കെ എക്സാമിന് ചോദിക്കും കേട്ടോ. നന്നായി പഠിച്ചു വെക്കുക. അടുത്തത് നമുക്കൊരു ചിത്രകഥയാണ്. നോക്കൂ, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നോക്കൂ, ജൽത്താ സൂരജ്, ജ്വലിക്കുന്ന, അതായത് ഉദിക്കുന്ന സൂര്യൻ. മുർജായ ഫൂൽ, വാടിയ പൂവ്, ഉണങ്ങിയ പൂവ്. പൗതോങ്കോ സീഞ്ചിന, ചെടികളെ നനയ്ക്കുക. ഖിലാ ഹുവാ ഫൂൽ, വിരിഞ്ഞ പൂവ്. ലഡ്കിക്ക് ഖുഷി, പെൺകുട്ടിയുടെ സന്തോഷം. ഇത്രയും സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസിനെ നമുക്ക് അനുയോജ്യമായ ചിത്രത്തിൻ്റെ താഴെ എഴുതണം. നോക്കൂ, ജൽത്താ സൂരജാണ് ഇവിടെ വരുന്നത്. ഉദിക്കുന്ന സൂര്യൻ ഒന്നാമത്തെ എടുത്തെഴുതുക. കണ്ടോ? അടുത്തത് വാടിയ പൂവാണ്, മുർജായ ഫൂൽ രണ്ടാമത്തത്. ഇനി ഇവിടെ എന്താ എഴുതുക? പൗതേക്കോ സീഞ്ചിന മൂന്നാമത്തെ എടുത്തെഴുതുക. മനസ്സിലായോ? അത് നിങ്ങൾ എഴുതുക. ഇനി നാലാമത്തത് ഫൂൽ, ഹിലാ ഹുവാ ഫൂൽ. നാലാമത്തെ ഹിലാ ഹുവാ ഫൂൽ. അഞ്ചാമത്തത് ലഡ്കിക്ക് ഖുഷി, ലഡ്കിക്ക് ഖുഷി. മനസ്സിലായല്ലോ? അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് പോസ്റ്ററാണ്. പോസ്റ്റർ ബനായേ. ഇവിടെ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പല പല പോസ്റ്റർ. മലയാളത്തിലൊക്കെ ധാരാളം ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ. കച്ചര മുക്ത് കേരള, അതായത് ചപ്പുചവറുകൾ ഇല്ലാത്ത കേരളം, മാലിന്യമില്ലാത്ത കേരളം എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ നോക്കൂ, യഹ് ധർത്തി ഹമാരീ ഹി നഹീം. ഈ ഭൂമി നമ്മുടെ മാത്രമല്ല, ആനേ വാലി പീഡിയോം കി ഭീ ഹേ, വരുന്ന തലമുറയുടെയും കൂടിയാണ്. ഈ ഭൂമി നമ്മുടെ മാത്രമല്ല, വരും തലമുറയുടെയും കൂടിയാണെന്നാണ് ഇവിടെ പോസ്റ്റർ കാണുന്നത് അല്ലേ? നമുക്ക് മാത്രമാണോ ഈ ഭൂമി പ്രകൃതി നൽകിയിരിക്കുന്നത്, ഈശ്വരൻ നൽകിയിരിക്കുന്നത്? അല്ല, വരും തലമുറയ്ക്കും പോയ തലമുറയ്ക്കും ഒക്കെ വേണ്ടിയുള്ളതാണ് അല്ലേ? അപ്പം നമുക്ക് ഈ മാലിന്യമുക്തമായ കേരളം എന്ന് കാണിച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കണം. അതായത് പര്യാവരൺ പ്രദൂഷൺ, പരിസ്ഥിതി മലിനീകരണത്തിനെതിരായിട്ടുള്ള പോസ്റ്റർ, ഭൂമിയെ സംരക്ഷിക്കുക എന്നതിനെതിരായിട്ടുള്ള പോസ്റ്ററാണ്. അതിൽ ചിത്രമൊക്കെ ആഡ് ചെയ്യുക. ഇവിടെ പോസ്റ്റർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചിത്രം ആഡ് ചെയ്യാം. അതായത് ഒരു ചിത്രമില്ലേ, കാക്ക ചൂലും കൊണ്ട് അടിക്കുന്നത്, ആ ചിത്രം നിങ്ങൾക്ക് സ്വയം വരയ്ക്കാം. ഇവിടെ എംറ്റി ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ മേലെയായിട്ട്. പിന്നെ കുറേ കൂടെ കച്ചര ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ ഇൻഡു വരച്ചിട്ട്, തെറ്റ് എന്നുള്ള ചിഹ്നം വരച്ചിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കാണിച്ചിട്ട് ചിത്രം വരയ്ക്കാം. അങ്ങനെ കുറേ ചിത്രങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ വരയ്ക്കാം. ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ഇനി ഞാനൊരു പുതിയ പോസ്റ്റർ എഴുതിയിട്ടുണ്ട്. യഹ് ധർത്തി ഈശ്വർ കാ വരദാൻ ഹേ. ഈ ഭൂമി ഈശ്വരൻ്റെ വരദാനമാകുന്നു. ധർത്തി കാ രക്ഷ ഹമാര കർത്തവ്യ ഹേ. ഭൂമിയെ രക്ഷിക്കുന്നത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ് അല്ലേ? ഭൂമി അല്ലെങ്കിൽ പ്രകൃതി എല്ലാം നമ്മൾക്ക് ഈശ്വരൻ നൽകിയ വരദാനമാണ് അല്ലേ? അതിനെ രക്ഷിക്കുക നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. ഇത് നല്ലൊരു സെൻറ്റൻസ് അല്ലേ? ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ധർത്തി കോ ബജാനെ. ഈ പോസ്റ്റർ
തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കുറേ സെൻറ്റൻസുകൾ പഠിച്ചു വെക്കുക. ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി ഇട്ട് തരാം. നോക്കൂ, അടുത്തത് ധർത്തി കോ ബജാനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹേ. ധർത്തിയെ രക്ഷിക്കും, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. പ്രക്രിയ ഹോങ്കി സൂചി തയ്യാർ കരെ. അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഘർ മേ, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഘർ സാഫ് രഹേ, വീട് വൃത്തിയായി വെക്കാം. പ്ലാസ്റ്റിക് ന ജലായേം, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം കം കരയും, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാം. ഇനി നോക്കൂ, സ്കൂൾ കാ പര്യാവരൺ സാഫ് രഹേം, സ്കൂളിൻ്റെ പരിസ്ഥിതി വൃത്തിയായി വെക്കുക. പര്യാവരൺ എന്ന് പറഞ്ഞാൽ വാതാവരൺ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. പ്ലാസ്റ്റിക് ന ജലായ, അത് ഏതിനു വേണമെങ്കിലും എഴുതാം. പ്ലാസ്റ്റിക് കത്തിക്കരുത്. കച്ചര ഇധർ ഉധർ ന ഫേങ്കേ, അതായത് ചപ്പ് ചവറുകൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയരുത്. ഇനി പര്യാവരൺ പ്രദൂഷൺ ന കരേ, നമുക്ക് സമാജത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക. പര്യാവരൺ പ്രദൂഷൺ ന കരേ, പരിസ്ഥിതി മലിനീകരണം ചെയ്യരുത്. കച്ചര ന ഫേങ്കേ, കച്ചരയൊന്നും വലിച്ചെറിയത്. താലാബ് നദി ന മലിൻ കരയും, താലാബ് എന്ന് പറഞ്ഞാൽ കുളവും നദിയും ഒന്നും മലിനപ്പെടുത്തരുത്. ഇത്രയാണ് നമുക്ക് ചെയ്യാൻ. ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് പറഞ്ഞു തന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.